with a sense of gratitude and a sense of blessedness. Today is a day where our dreams are coming to fruition. A dream that a lot of big people dreamed about and worked hard in. So on this happy occasion, I would like to welcome Very Reverend Father Mathai OIC, the Superior General of BETHANY Congregation, Right Reverend Monsignor S. Varghese, the Chief Vicar General of the Eparchy of Marthandam, Very Reverend Father Matthew Tinwale OIC, the Provincial Superior of BETHANY NAVAJEEVAN Province, and all the Reverend Fathers from Father Excel, Father Daniel, and everyone over here. So, I invite the dignitaries to light the traditional lamp, the Kuttuvilakku, as invoking the blessings of God, invoking the blessings of Christ as a true light of the world. Now, we will invoke God's blessings so that our efforts are fulfilled in His very best. Let us all stand in piety and worship the Lord for all the blessings that God has bestowed on us throughout these years. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉച്ചാദം. ദൈവമേ നീ പരിശുദ്ധനാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകട്ടെ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകട്ടെ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകട്ടെ. ഞങ്ങളുടെ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ
വിജയം പ്രാപിക്കുകയില്ല എന്നുള്ളവയെ സംഭവത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതി കരയറ്റുന്നു. അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രകാശത്തിലേക്ക് എല്ലാവരും എത്തുവാൻ നീ ആഗ്രഹിക്കുന്നു. ആകയാൽ നാഥായി വിദ്യാലയം അറിവും സ്വഭാവ രൂപീകരണവും പ്രദാനം ചെയ്യുന്ന സ്ഥാപനമായി തീരുവാൻ നിന്റെ തൃക്കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. ഈ വിദ്യാലയത്തിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥിനിരായ ശ്രീഹന്മാർക്ക് അത്ഭുതകരമാവിധം ഞാൻ നൽകി അനേകരെ സത്യമാർഗത്തിലേക്ക് നയിക്കുവാൻ അവരെ നിയോഗിച്ചവനായ കർത്താവേ, ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങളുടെ അധ്യാപകരെയും ആത്മാവോടാക്കി തീർക്കണമേ. വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ദൈവഭയത്തോടെ അധ്യാപനം നിർവഹിക്കുവാനും ദൈവഭക്തിയുള്ള തലമുറയെ സൃഷ്ടിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. ഈ ദേവാലയത്തെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാനും കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുവാനും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാനും ഇടയാകണമേ. പൈതങ്ങളെ കണ്ടെത്തുകയും വിളിച്ചു വാത്സല്യത്തോടെ അവരെ അനുഗ്രഹിച്ചവനായ നാഥ, ഈ സ്ഥാപനത്തിലെ സകല വിദ്യാർത്ഥിനികളെയും ഗുരുക്കന്മാരെയും പരിവർത്തപ്പെടുത്തുവാൻ യോഗ്യരാക്കണമേ. അലസതയും മടിയുമില്ലാത്ത സ്വഭാവങ്ങളും വെടിഞ്ഞ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിർബന്ധരായിരുന്നു വിദ്യാഭ്യാസം ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കുന്നതിനാവശ്യമായ കൃപാവരങ്ങൾ ഇവരുടെ മേൽ ചൊരിയണമേ. വിദ്യാഭ്യാസത്തിന് തടസ്സം വരുത്തുന്ന രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സമരമാർഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കണമേ. ഇവർ ദൈവഭയമുള്ളവരും പഠനത്തിൽ തൽപരരും മറ്റുള്ളവർക്ക് മാതൃകയുമായി ബന്ധിക്കണമേ. ഈ രാജ്യ സമൂഹത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി രൂപപ്പെടുത്തണമേ. ഈ വിദ്യാലയത്തെയും ഇത് സംബന്ധമായ സർവ്വ പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിനക്ക് സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പ്രാപിക്കുമാറാകട്ടെ.
ദൈവത്തിന്റെ അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ ശകാരിച്ചും യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കളിൽ അടുത്ത് വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത്. എന്നതാ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിന് പ്രവേശിക്കുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വിദ്യാലയ ശുചീകരണത്തിലുള്ള തീരുമാനം വെള്ളം വാഴ്ത്തപ്പെട്ട് ശുചീകരിക്കപ്പെടുന്നു. വിദ്യാലയം വാഴ്ത്തപ്പെട്ട് ശുചീകരിക്കപ്പെടുന്നു. One day
മാതൃജനത്തിൻ പ്രാർത്ഥനയും അയരുടെയും കോപത്തിൻ വഴികളെയും മാറ്റിയിടേണം. വൃദ്ധകയിലുമാറിട്ടുരച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കുമവർക്കു ദൃഷ്ടി
Good afternoon. So we are just having a very small meeting, and we have our dignitaries with us, Right Reverend Monsignor S. Varghese. He is the Chief Vicar General of the Eparchy of Marthandam. We have Very Reverend Father Mathai Kadavil OIC, the head of Bethany Ashram. We have Very Reverend Father Matthew Trivalil OIC. He is the Provincial Superior of Bethany NAVAJEEVAN Province. We have Father Isaac Parakal OIC, Counselor of Bethany NAVAJEEVAN Province. Our own beloved Reverend Father Daniel Manil OIC, our former principal and the Provincial Secretary. I welcome everyone in just one word without much ado. And now I invite Right Reverend Monsignor S. Varghese, the Chief Vicar General of the Eparchy of Marthandam, to say a few words in felicitation. பெருமதிப்பிற்கும் மரியாதைக்கும் உரிய பெதனியினுடைய சுப்பீரியர் ஜெனரல் மேத்யூ கடவுளச்சா, நவஜீவன் ப்ரொவின்ஸினுடைய ப்ரொவின்ஷியல் பகவான்பட்ட திருவாதிலச்சா, இந்த பள்ளிக்கூடத்தினுடைய பிரின்சிபல் கிறிஸ்டபரச்சா, இதனுடைய வலம் இடம் கையாக இருந்தோடு செயல்படுகின்ற பிரியா fathers, professors, teachers and my dear students, ரொம்ப மகிழ்ச்சியாக இருக்கின்றது. இந்த வேங்கோடு பகுதியானது இவ்வளவு பெருமையான மிகவும் சிறந்த ஒரு இடமாக விளங்குகின்றது என்றால் அது நம்முடைய கன்னியாகுமரி மாவட்டத்திற்கு மட்டுமல்ல, தமிழ்நாட்டிற்கும் நல்ல ஒரு பெருமை சேர்க்கின்ற ஒன்றாக காணப்படுகின்றது. ஆகவே இந்த வேளையில் இதற்காக செயல்படுகின்ற பெதனி ஆசிரமத்தில் உள்ள அனைத்து தந்தையர்களையும் அதனுடைய சுப்பீரியர் ஜெனரல் ப்ரொவின்சியல் இவர் அனைவரையும் நான் வாழ்த்துகின்றேன். நம்முடைய மார்த்தாண்டம் மறை மாவட்டத்தில் இப்படியான ஒரு கல்லூரியானது, இப்படியான ஒரு பள்ளிக்கூடமானது சிறந்த முறையில் வளருகின்றது என்று பார்க்கும்போது கடவுளுடைய அந்த சிறப்பு ஆசீர்வாதமானது இந்த இடத்தில் அதிகமாக நிறைந்து காணப்படுகின்றது என்பதை செய்ய முடியும். நமக்கறியாம், ஞானத்தின் ஆரம்பம் இறை பயம் என்று. இறை பயம் எங்கு இருக்கின்றதோ அங்கே உண்மையான ஞானமும் இருக்கும் என்பது நாம் இன்றைய ஜெபத்திலும் இன்றைய நற்செய்தியிலும் அதிகமாக நாம் வாசிக்க கேட்டோம். ஆகவே இந்த பள்ளிக்கூடமானது, இந்த கல்லூரியானது மிகவும் ஞானம் நிறைந்த, இறை பயன் நிறைந்த நல்லொரு பள்ளிக்கூடமாகவும் கல்லூரியாகவும் வளரட்டும் என்று வாழ்த்திக்கொண்டு இதில் செயல்படுகின்ற அனைத்து ஆசிரியர்களையும் அனைத்து பேராசிரியர்களையும் வாழ்த்தி என்னுடைய இந்த சிற்றுரையை முடிக்கின்றேன். நன்றி, வணக்கம். Thank you, Right Reverend Monsignor Racha, for your kind words and your blessed presence. We are indeed privileged to have you here. On behalf of everyone present over here, Superior General, Provincial Superior, and every fathers and the whole Bethany family, thank you, your blessed presence. Now, as we know, this is a dream come true for every one of us in this Bethany NAVAJEEVAN family. We have been working for this, we have been praying for this, and now our efforts, our prayers, and our wishes have come to fruition. But then the structure that we have, that we see now today is beautiful, and there are a lot of people who worked tirelessly behind this. It is the time to remember all of them with gratitude, all the fathers who worked behind this, and everyone else who are involved in this. In a small token of love, I would like now to call upon those people, the representatives of everyone who worked here, to receive a small token of appreciation from the Bethany family. I call upon Very Reverend Father General Mathai Kadavil OIC to give away the mementos to the following people.
and I will like to call upon all those students, all those people who I request them to come forward and receive the mementos. First, it was the Habitat group who worked behind this, the building. Mr. Shankar sir from Habitat group, I call upon him to receive the memento from Reverend Father General. Next, I would like to invite Mr. Justin Jose, who was the contractor in building this, our institution, the new extension building. Next, I would like to call upon Miss Veena Rachel, the chief architect. She is also not present here. അടുത്തതായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം നടത്തിയ മിസ്റ്റർ ഷിബു. Next, I would like to call upon Mr. Sam. Sam ഇവിടെ ഉണ്ടെങ്കിൽ വന്നിട്ടില്ല. Okay. Thank you, Reverend Father General Acha. Now I call upon Father Provincial to give away the other mementos, a token of appreciation. ഒന്നാമതായിട്ട് നമ്മുടെ ഇലക്ട്രിക് വർക്ക് എല്ലാം ചെയ്ത മിസ്റ്റർ വർഗീസ് വന്നിട്ടില്ല. ഓക്കെ, അടുത്ത വർഗീസ് ചേട്ടൻ കൂടെയുണ്ട്. ഓക്കെ, നമ്മുടെ പ്ലംബിംഗ് വർക്കിനെല്ലാം മുൻകൈ എടുത്ത മിസ്റ്റർ ടൈറ്റസ്. അടുത്തതായിട്ട് നമ്മുടെ പെയിൻറ്റിങ് വർക്കുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച മിസ്റ്റർ രാജേഷ്. നമ്മുടെ ടൈൽ വർക്കുകൾക്കെല്ലാം നേതൃത്വം നൽകിയ മിസ്റ്റർ ജസ്റ്റിൻ. നമ്മുടെ ഇവിടെയുള്ള CCTV ക്യാമറ സിസ്റ്റംസ്, നമ്മുടെ ഫയർ ഹൈഡ്രൻറ്റ് സിസ്റ്റം, അതിൻ്റെ എല്ലാം നേതൃത്വം നൽകിയ മിസ്റ്റർ ആൽബർട്ട് സൺഷൈൻ. നമ്മുടെ കാർപ്പൻട്രി വർക്കിനെല്ലാം നേതൃത്വം നൽകിയ ചന്ദ്രൻ ചേട്ടൻ, മിസ്റ്റർ ചന്ദ്രൻ. അടുത്തതായിട്ട് we see now, as you all, I'm pretty sure that you all can see the wonderful artworks over the two walls here. It was done by Mr. Sumesh. He's a renowned artist in Kerala. He has been working with even in the film industry. On behalf of everyone, I welcome Mr. Sumesh. അടുത്തതായി നമ്മുടെ വെൽഡിംഗ് വർക്കിനെല്ലാം നേതൃത്വം നൽകിയ മിസ്റ്റർ സുമേഷ്. മനോഹരൻ ചേട്ടൻ, അതുപോലെ തന്നെ വെൽഡിംഗ് വർക്കിന് നേതൃത്വം നൽകിയ മിസ്റ്റർ മനോഹരൻ. നമ്മുടെ ലാൻഡ് ഇതുമാതിരി ഇത്രയും ലെവലൊക്കെ ആകാൻ കുറേ നാൾ നമ്മുടെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട JCB എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്ന മിസ്റ്റർ ക്രിസ്ത്യൻ ബെൽസാർ. ഇല്ല, ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ ബാക്കി ഇവിടെയുള്ള നമ്മുടെ മതിലുകൾ ഇതുമാതിരി ഉള്ള കൺസ്ട്രക്ഷൻ വർക്കിനെല്ലാം നേതൃത്വം നൽകിയ ശെൽവരാജ് ഏട്ടൻ, മിസ്റ്റർ ശെൽവരാജ്.
As we see, we have a very beautiful and very elegant statue of Jesus over here. Statue undakiyathu Mr. Jose, നമ്മുടെ ശില്പി അദ്ദേഹം. Okay. അതുപോലെ തന്നെ നമ്മുടെ gardening, as you all see, we have a beautiful garden coming up all around this, and the landscaping ന് നേതൃത്വം നൽകിയ Mr. Ranjit. Thank you, Praveen Siraja. We also would like to remember with gratitude these trading agencies: Ramco Cements, Tirunelveli; Mary Agencies, Mamuttakadai; Amalraj Agencies, Marthandam; 3G Granites, Anjugramam; RR Blue Metal, Karungal; Mr. Vijin, Asian Paints; Luker Lights, who provided us with the lights; St. Anthony's Agencies, Pudukkadai; Stella Agencies, Pudukkadai; Guna Hollow Bricks, Maniyaram Kunna; and Safi Traders, Marthandam. Without your help, this dream wouldn't have come true. We remember with gratitude all these people. Now I would like to call upon our Provincial Superior, Reverend Father Matthew Thiruvallil OIC, to say a few words of felicitation. Who are standing with us is the expression, the symbol of His presence, their dynamic presence, and their needs are taken care in this campus. And Bethany fathers are here with you, and they are standing before you and behind you, and they are left, right, everywhere they are with you to mold. For that, we have a wonderful building here. With the gratitude, I remember Father Christopher, who is always with you in everything. And shall we give him a big applause? Yeah, I want to hear. Good. Thank you. Christopher Achan, Bonnie Achan, and Daniel Achan, and George Achan. And thank you very much. And I see and I can hear the happiness and the energy behind everything. And thank you, dear fathers, for your support. And all the architects. In future, I can see our students with them in their team. Wherever they go, they bring or they try to give or share the talents they have, the God-given talents. In the picture, till the end of this school, maybe it is here for next 500,000 years, but we don't know the plan of God. But these pictures and the shape of the building and the campus, that will be there in the heart of many students in the next generation. And we thank you, each and everyone who cooperated and stood behind us. And thank you very much, and we remember your families too. Of course, we'll meet at evening. And I thank Principal Sir and all the staff, teaching and supporting staff, and all our students and your parents, our well-wishers. Thank Lord and thank you. Now, thank you very much, Very Reverend Father Praveen Siraja. Now we'll listen to the words of our correspondent, who is, I would say, is the most happiest person now among here, because it was his efforts coming to fruits today. So I would like to call upon our beloved correspondent, Reverend Father John Christopher OIC.
respected Father General, Father Provincial, Monsignor, Father Isaac, Father Daniel, Bonnie, and Father George, Principal Sir Bernard, Mr. Bernard, all the dignitaries, all those our benefactors, all our teaching and supporting staff, and my dear students. Today is the day of honor, and also today is a day of happiness for all of you and for all of us, because we have been trying to do something for our campus, particularly for our CBSE students. And they were, I think they were having very little facilities here over the years. Now we have everything that is required for our CBSE school. So this is not for just a CBSE school, this is the administrative office, so this is a common office, therefore this is our campus. So we have, you see everywhere now, we have put the word BETHANY institutions. Everywhere you see BETHANY. BETHANY is the house of consolation as well as house of answer. We are looking for answers and we are discovering answers. Our answers gives consolation for our life. As we are receiving these consolations and answers, it was possible for us not because of one or two people worked here, but it was the fruit of the collaborative work of a team of BETHANY. When I, as the in charge of this school right now, I am one of the 20th persons here now. Before me, 19 priests worked here. That means how much hard work of all those priests and all our BETHANY fathers and even regents were invested on this land. And what we see today is the fruit of their hard work. Therefore, we have to be thankful to God for all those things, and particularly I want to thank and remember fathers, Father Francis Salas and Father Daniel Kadagampalli. Both of them were superiors here and they are in heaven now. And other fathers who are not present here, but they are in the congregation, they are working in different places, and all of them put their due for the growth of these institutions. Therefore, I very earnestly and with all humble heart, I accept their contribution for the well-being of this campus and also well-being of the congregation, and particularly for the well-being of these students here and this locality. And also particularly, I remember Father Daniel, who laid the foundation for this extension building, and Father Pradeep, who was the then procurator, finance administrator. Now he is little sick and he is in the hospital. And also Father Solomon, George Solomon, who was there in that time. And then Father Daniel, who was Manil, who was also an instrument in revising our few of our plans here. That is why we got it the way that it is right now. And above all, I want to acknowledge the tireless and spotless work of Father Bonnie K. Alex. And he was been, you can see our staff were telling that he was running away, he is not standing. So he was literally 24/7, always he was engaged in completing this process of these institutions, this construction work. And he was assisted by all the well-wishers of our house, our architect, Habitat, and Veena, and our all the department, electrical department, and whichever department, everything was well assisted to Father Bonnie, and that is why we are here with a beautiful campus here. I thank all of them, and particularly for you, my dear students, this is a pride moment for us. Not only this is a starting, we have a lot of things here, now we have to make use of it. God has given the chances, now this is in our hands, how we are going to make use of it. And also I acknowledge particularly
the teaching and supporting staff of this campus. They are also doing their best possible for the good of our students. When they are doing good for our students, we are making the infrastructure developments for the good of our students. And their commitment, their hard work has to be acknowledged because they are committed. Maybe they are committed, dedicated, and also they are very much determined to do what is expected from them to do. Therefore, I thankfully acknowledge each and every staff and supporting staff of this campus. And also, I thankfully acknowledge the staff who are working here, but not at the moment present with us. And all those days, there was a time when we had only one classroom with 3 divisions of classes. Those were the struggles that we had in the earlier days of our school. Therefore, I acknowledge all those who were with us, and they also made their contribution for the well-being of our campus. And above all our benefactors, political affinity, and our officers, all the different departments, all of them were behind us, with us, and in front of us. They were always, whenever there was a need, they were very quick and very spontaneous to assist us. This is the reason why our students are tension-free students. They don't have any tension, I believe. Even for the exam, they don't worry about. That is a positive sense, but they have to be serious on exam. My students here are very much independent. They are very much reliable, and you can even say that they have many questions that they discover answers from here. Therefore, the campus, BETHANY campus, is in growth. When we started in 2008, the first inauguration of the building, by mistake, we put on the backdrop of this BETHANY NAVAJEEVAN institutions, and then there was a mistake, so we put 3 dots. By mistake, we put the dots. But the mistakes that have been converted into an opportunity. Now we have many institutions here. Therefore, this full stop is not a full stop. There was 3 dots, we can expect 3 more dots. Maybe if God wishes, our campus, with the blessing of God and the blessing of our founder, Mar Ivanios, and with the vision of our charism and our congregation, we can also expect heights for this campus. When we grow, certainly this area, this region is also growing. When we improve our standard, this area of the students and the family also improves. Now, we must have high level of thinking. As you do, let us also continue to do a high level of thinking. And this is the Guru Kshetra. That is, this is a temple, this is a church where we learn. Therefore, all of us, with all gratitude, we extend all our appreciation thanks to all fathers, all who are present, all our children. Certainly, our parents are on the way to come in the afternoon for the inauguration. That time, I think all our fathers will appreciate the cooperation that we receive from your parents and others. And particularly, I also want to acknowledge our Bishop Vincent Mar Paulos, and our former Bishop Mar Chrysostom, and all VGs, and particularly our present VG, Father Monsignor Esvergis, Father. He is always, yesterday only in a meeting, I just notified him that, Father, on a quick decision, we took this day as our day of blessing. And Father was prompt enough to kindly just understand our situation, and graciously he has come this day without any formality. That is, I felt very at home when he was coming to our campus. And this is what we are not alone, we are together.
we are marching together, and we are marching for a better prospect. That is the prospect of you, your students, because we are the future, and your future is our country, your future is our church. Thank you. God bless you. Thank you very much. And I hope that you all are now tired and you can now go back to your classes. Our lunch will be provided very soon. So make sure that you are getting ready for the grand function, and also enjoy the day. Enjoy the day, and let us all make this day a memorable one in our lives. Thank you so much. And especially thanks for our little angels who have been standing here for the whole time. Thank you all once again. God bless us all.